പരിമിതികളുടെ നടുവിൽ വീർപ്പുമുട്ടിയിരുന്ന കണ്ണൂരിലെ ആനയിടുക്ക് LP സ്കൂളിന് പുത്തൻ മുഖത്തോടെ കുട്ടികളെ വരവേൽക്കും. കോൺഗ്രസ് നേതാവ് ഡോക്ടർ ഷമാ മുഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള സോയ ഫൗണ്ടേഷൻ 1 കോടി രൂപ ചെലവഴിച്ചാണ് സ്കൂളിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിയത്. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ സ്കൂൾ കെട്ടിടം നടൻ നരേൻ ഉദ്ഘാടനം ചെയ്തു. കാലപ്പഴക്കം ചെന്ന കെട്ടിടവും വിണ്ടുകീറിയ തറയുമായിരുന്നു ഈ വിദ്യാലയ മുത്തശ്ശിയുടെ സങ്കടക്കാഴ്ച. എന്നാൽ ആ പരിമിതികളെല്ലാം ഇനി പഴങ്കഥ. വർണ്ണാഭമായ ക്ലാസ് മുറികളും ടൈൽ പാകിയ തറകളും തേച്ചുമിനുക്കി നിറം ചാർത്തിയ ഭിത്തികളുമായി ആനയിടുക്ക് LP സ്കൂൾ ഇന്നൊരു ഹൈടെക് വിദ്യാലയമായി മാറിയിരിക്കുന്നു. എനിക്ക് ശരിക്കും അഭിമാനം തോന്നുന്നു ഒരു ഫ്രണ്ടിനെ കിട്ടിയത്. നേരത്തെ പറഞ്ഞ പോലെ കണ്ണൂരിന്റെ അതൊരു നല്ലൊരു പ്രയോഗമായി. ജാൻസി അങ്ങനെയാണോ? ചില കാര്യങ്ങൾ, ചില സ്വപ്നങ്ങൾ ഞാൻ വിചാരിച്ചു ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇന്ന് ബിൽഡിംഗ് കാണുമ്പോൾ എനിക്ക് കണ്ണുനീരാ വരുന്നത്, സന്തോഷം വരുന്നത്. 1 കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് സോയ ഫൗണ്ടേഷൻ CSR ഫണ്ട് ഉപയോഗിച്ച് നടത്തിയത്. സംസ്ഥാനത്തെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന സ്കൂളുകളെ കണ്ടെത്തിയാണ് സോയ ഫൗണ്ടേഷൻ കൈത്താങ്ങാകുന്നത്. കണ്ണൂർ ജില്ലയിലെ ഗണപതി വിലാസ് LPS, താവക്കര GUPS എന്നിവയ്ക്ക് ശേഷം ഫൗണ്ടേഷൻ ഏറ്റെടുത്ത് നടത്തുന്ന 3ാമത്തെ വിദ്യാലയമാണിത്. 2018 ഡോക്ടർ ഷമാ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഫൗണ്ടേഷൻ വിദ്യാഭ്യാസം, ആരോഗ്യം, സ്ത്രീ ശാക്തീകരണം എന്നീ മേഖലകളിൽ സജീവമാണ്. വരും നാളുകളിൽ ഫൗണ്ടേഷന്റെ പ്രവർത്തനം കൂടുതൽ ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് ട്രസ്റ്റി ഡോക്ടർ ഷമാ മുഹമ്മദ് വ്യക്തമാക്കി. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.